കുടുംബാംഗങ്ങളുടെ പ്രതിഷേധം ഇന്നുണ്ടായില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗോപൻ സ്വാമിയുടെ മകന്റെ ദൃശ്യങ്ങൾ ആണ്. മകനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോലീസ് എത്തിച്ചിരുന്നു. മകന്റെ സാന്നിധ്യത്തിൽ ആണ് മറ്റ് നടപടിക്രമങ്ങളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകാം എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം മൃതദേഹം സ്വീകരിക്കും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇനിയുള്ള നടപടിക്രമങ്ങൾ എപ്രകാരം എന്നത് കുടുംബം ആണ് തീരുമാനിക്കേണ്ടത്. വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, പോസ്റ്റ്മോർട്ടം നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നു. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കുടുംബാംഗം ഇപ്പോഴും അവിടെയുണ്ട്, മകൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ പോസ്റ്റ്മോർട്ടം പോലെയുള്ള നടപടിക്രമങ്ങളിൽ കുടുംബത്തിൻ്റെയൊക്കെ അനുമതി പത്രം വാങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ കൃത്യമായി കുടുംബത്തിൻ്റെ അനുമതി പത്രം ലഭിക്കുമോ എന്നറിയില്ല. കാരണം കുടുംബത്തിന് നേരത്തെ തന്നെ വിയോജിപ്പുണ്ട്. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഉത്തരവ് അത് വളരെ പ്രധാനപ്പെട്ടതായി മാറിയിരുന്നു. ഇങ്ങനെയൊരു നടപടിക്രമവുമായി പോലീസിന് മുന്നോട്ട് പോകാം എന്ന് വളരെ കൃത്യമായി കോടതി വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം. അഭിലാഷ്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 1.5 മണിക്കൂർ അതിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് RDO നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മൂത്തമകൻ സനന്ദനെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ പോലീസ് വാഹനത്തിലാണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം ഇവിടെ ആവശ്യമായ കടലാസുകൾ അതിലെല്ലാം അദ്ദേഹം ഒപ്പിട്ട് നൽകി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഇവിടെ പ്രകടിപ്പിച്ചില്ല. മാത്രമല്ല, ഇന്ന് DYSPയും RDOയും അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം ഈ വീട്ടുകാരെ 2 തവണ നേരിൽ കാണുകയും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. നിയമപരമായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. കോടതിയുടെ ഉത്തരവുണ്ട്. കാരണം വലിയൊരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ഇതിൽ ദുരൂഹത ഉന്നയിക്കുന്നു, സംശയങ്ങൾ വരുന്നു, മാൻ മിസ്സിങ്ങിന് കേസെടുക്കുന്നു. എങ്ങനെയാണ് ഈ സമാധി അല്ലെങ്കിൽ ഈ മരണം സംഭവിച്ചത് എന്നതിൽ വളരെയധികം അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ കൂടി അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ അസ്വാഭാവികമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് വിട്ടുകളയാൻ പാടില്ലാത്തതാണ്. കൃത്യമായ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. പക്ഷേ പോലീസ് കൃത്യമായി ഒരു സംയമനം പാലിച്ചു തന്നെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഞായറാഴ്ച രാവിലെ നമ്മൾ ഈ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുമ്പോൾ, കളക്ടറുമായി ഒക്കെ ബന്ധപ്പെടുമ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് അവരുടെ മുന്നിലേക്ക് എത്തിയില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. തുടർന്ന് ആ റിപ്പോർട്ട് വന്നെങ്കിലും അനുമതി കൊടുത്തെങ്കിലും പോലീസ് തിടുക്കപ്പെട്ട് കല്ലറ പൊളിക്കാൻ നിന്നില്ല. മറിച്ച് ഈ വീട്ടുകാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അത് പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കല്ലറ തുറക്കാമെന്നും തുടർന്നുള്ള പരിശോധനകളാവാമെന്നുമുള്ള നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്ന് രാവിലെ കല്ലറ തുറന്നു. ഇവിടെ നടക്കുന്നത് 3 തരത്തിലുള്ള പരിശോധനകളാണ്. ഒന്ന്, സാധാരണ നിലയിലുള്ള പോസ്റ്റ്മോർട്ടം. അത് ഈ മരണകാരണമായത് ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനമുണ്ടോ, ശരീരത്തിൽ ക്ഷതമുണ്ടോ, പാടുകളോ മുറിവുകളോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു രീതിയാണ്. എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ അതിന് ഉപയോഗിക്കും. റേഡിയോളജി സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനകൾ, അതിന്റെ ഫലം അത് ഇന്ന് തന്നെ ലഭിക്കും. ശരീരത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ടോ, വിഷം ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചോ, അക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് മറ്റ് രീതിയാണ്. അത് ആന്തരിക അവയവങ്ങളുടെ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും ആ രാസപരിശോധനാ ഫലം കിട്ടുന്നതിന്. അപ്പോൾ മാത്രമേ ഈ മരണത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കൂ. ഇനി ഒന്നുള്ളത് സ്വാഭാവിക മരണമാണോ എന്ന് പരിശോധിക്കുന്നതാണ്. അത് ഈ പോസ്റ്റ്മോർട്ടം നടപടിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. പക്ഷേ രാസപരിശോധനാ ഫലം കൂടി വന്ന ശേഷമേ അക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. ഏതായിരുന്നാലും പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി വീട്ടുകാർക്ക് ഭൗതികദേഹം വിട്ടുകൊടുക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടികൾ മുന്നോട്ട് പോവുക. അഭിലാഷ്. യെസ്, എന്തായാലും നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മൃതദേഹം ഏറ്റുവാങ്ങാൻ അവർ ഒരുക്കമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇനി എന്താണ് മറ്റ് നടപടിക്രമങ്ങൾ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. നേരത്തെ സമാധിയായി ഇരുത്തി എന്ന് പറയുന്ന അതേ സ്ഥലത്ത് തന്നെ മൃതദേഹം തിരികെ എത്തിക്കുമോ? അങ്ങനെയെങ്കിൽ ആ സംസ്കാര ചടങ്ങുകൾ ഏത് നിലയിലായിരിക്കും നടത്തുക? അതിൽ സ്വകാര്യത എന്നത് കുടുംബത്തിന് അനുവദിക്കുമോ, അതെയോ മറ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുമോ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കുക എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ ഈ മണിക്കൂറുകളിൽ എങ്ങനെയാണ് ഗോപൻ സ്വാമിയുടെ മരണം സംഭവിച്ചത് എന്നതിനാണ് ഉത്തരം കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നത്. അതിൽ വ്യക്തത കൈവരേണ്ട സാഹചര്യമുണ്ടാകുന്നു. ഗോപൻ സ്വാമി മിസ്സിംഗ് എന്ന നിലയിൽ
പരാതി പോലീസിന് മുന്നിൽ ഉണ്ട്. അപ്പോൾ ഗോപൻ സ്വാമിയെ എവിടെ നിന്ന് കണ്ടെത്തി, ഏത് പശ്ചാത്തലത്തിൽ കണ്ടെത്തി എന്നതിന് കൃത്യമായ മറുപടി പോലീസിന് നൽകേണ്ടി വരുന്നു. ആ മറുപടിയുടെ പ്രാഥമികമായ പരിശോധനയിൽ ഗോപൻ സ്വാമിയുടേത് എന്ന് തന്നെ കരുതാവുന്ന മൃതദേഹം ആണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. അത് നേരത്തെ കുടുംബാംഗങ്ങൾ പറഞ്ഞതുപോലെ അച്ഛനെ സമാധിയിരുത്തി എന്ന് മക്കൾ പറയുന്നത് പോലെയുള്ള പ്രദേശത്തെ കല്ലറയിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ആ മൃതദേഹം ഗോപൻ സ്വാമിയുടേത് എന്ന് തന്നെ പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നു. ഒപ്പം ഗോപൻ സ്വാമിയുമായി അടുത്ത് പരിചയമുള്ളവരും അത് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ച ആണ് ഇത്തരത്തിൽ ഗോപൻ സ്വാമി സമാധിയായി എന്നും അച്ഛൻ്റെ ആഗ്രഹപ്രകാരമുള്ള സമാധിയാണ് നടന്നത് എന്നും അതിനുശേഷം അച്ഛൻ പറഞ്ഞത് പ്രകാരമുള്ള ചടങ്ങുകളാണ് നടത്തിയത് എന്നുമൊക്കെയാണ് കുടുംബം അവകാശപ്പെടുന്നത്, മക്കൾ അടക്കം അവകാശപ്പെടുന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. കുടുംബം പറഞ്ഞതുപോലെയുള്ള ഒരു മരണം ആണോ നടന്നത് എന്നതിൽ ഉൾപ്പെടെയാണ് വ്യക്തത കൈവരേണ്ടത്. 3 സ്ലാബുകൾ ഇളക്കി മാറ്റിയാണ് മൃതദേഹം പുറത്തെടുത്തത് എന്നായിരുന്നു ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിന് സാക്ഷിയായ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി പുത്തനമ്പലം വാർഡ് കൗൺസിലർ ന്യൂസ് 18നോട് നേരത്തെ പറഞ്ഞത്.